ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ ദുബായിലാണ്, നാട്ടിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ കണക്റ്റഡ് ഫ്ലൈറ്റ് നമുക്ക് ദുബായിൽ നിന്നായിരുന്നു ഉള്ളത്. അപ്പോൾ നമുക്കിവിടെ ലേവറുണ്ട്, 15 മണിക്കൂറുണ്ട്. അത് നമ്മൾ ചൂസ് ചെയ്തതാണ്, കാരണം കുറച്ചൊക്കെ ഉള്ളതുകൊണ്ട് റെസ്റ്റ് ചെയ്ത് പോകാൻ നമ്മളങ്ങനെ ചൂസ് ചെയ്തതാണ്. അതുകൊണ്ട് നമുക്ക് എമിറേറ്റ്സ് ആയിരുന്നു നമ്മൾ ഫ്ലൈറ്റ്. അപ്പോൾ അവർ നമുക്ക് ഹോട്ടൽ സ്റ്റേയും അതുപോലെ തന്നെ വിസയും നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കൊന്നും പേ ചെയ്യേണ്ട, അത് ടോട്ടലി ഫ്രീ ആണ്. അപ്പം അങ്ങനെ ഒരു സംഭവം അറിയില്ലാത്തവർക്ക് വേണ്ടി കൂടി പറയുകയാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ട്, നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യണം, നിങ്ങൾക്ക് ആ ഒരു ഫെസിലിറ്റി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സംഭവം ചൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വിസ കിട്ടും, വേണമെങ്കിൽ ദുബായിലൊക്കെ ഒന്ന് കറങ്ങിയിട്ടും പോകാം. അപ്പം നമ്മൾ ഇന്ന് തൽക്കാലം കറങ്ങുന്നില്ല, കാരണം ഹാനൊക്കെ ഒത്തിരി മടുത്തു, നല്ല ദൂരം ഉണ്ടായിരുന്നല്ലോ, യാത്ര കുറച്ച് ലോങ് ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇന്ന് പുറത്ത് പോകാനും പ്ലാൻ ഇല്ല. തിരിച്ചു വരുമ്പോൾ നോക്കാം എന്നാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാം. എന്തോ ഇടണേട്ടോ, എനിക്കങ്ങനെ കുഴപ്പമില്ല. ദുബായിലെ ലേയോർ ഉള്ളത് കാരണം തുമ്മയെ കാണാൻ പറ്റി. എൻ്റെ കസിനാണ്, ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരിക്കാൻ പറ്റി. നമ്മൾ ഹനുവിനെ എടുത്തിട്ട് ലഞ്ച് കഴിക്കാനായിട്ട് വന്നേക്കാണ്. വെള്ളം അങ്ങേ സൈഡിലൊരു ബോട്ടിൽ വെച്ചിട്ടുണ്ടാവും. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒന്ന് മയങ്ങി. അത് കഴിഞ്ഞിട്ട് പോകാൻ നമ്മൾ ചെക്കൗട്ട് ചെയ്തിട്ട് എയർപോർട്ടിലേക്ക് പോവാണ്. നമ്മളിവിടുന്ന് ദുബായിൽ നിന്ന് ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യുവാണ്. 6 മണിക്കാണ് നമുക്ക് ചെക്കൗട്ട്. 6 മണിയാവുന്നു, നമുക്ക് ബസ് വരും. ഇവിടുത്തെ സർവീസ് അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് എല്ലാം ഫുഡ് 2 നേരം, രാവിലെ ഒന്നും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു, ഉച്ചയ്ക്ക് ലഞ്ച് ഉണ്ടായിരുന്നു, എല്ലാം ബൊഫേ ആയിരുന്നു. നല്ല ഫുഡായിരുന്നു. പിന്നെ വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു. വന്നപ്പം നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മളവരെ റിസപ്ഷനിലേക്ക് ഫോൺ വിളിച്ചപ്പോൾ അവർ കൊണ്ടുപോയി തന്നു. എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. അപ്പം എയർപോർട്ടിലേക്ക് പോകാം. ബ്രേക്കിൻ്റെ തന്നെ വണ്ടി വന്നിട്ട് നമ്മൾ പിക്ക് ചെയ്യാനായിട്ട് നമ്മളിറങ്ങുന്നത്. ഹോട്ടലിൽ ആൾക്കാരാണ്, നല്ല സർവീസ് കേട്ടോ. എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഗേറ്റ് നമ്പറിൽ വന്ന് വെയിറ്റ് ചെയ്യണം. അത് നമ്മൾ മെട്രോയിലായിരിക്കും അങ്ങോട്ട് പോകുന്നത്. ഇത് വണ്ടിയാണ്. അപ്പം എല്ലാ പരിപാടികളും തീർന്നു. നമ്മൾ ഇപ്പം നേരത്തെ എല്ലാ പരിപാടിയും ഇപ്പോൾ ഓൾമോസ്റ്റ് 7:30 ആയതേ ഉള്ളൂ. 9:30 ഫ്ലൈറ്റ്. അപ്പം നമുക്ക് അത്യാവശ്യം നല്ല സമയമുണ്ട് റെസ്റ്റ് ചെയ്യാൻ. ഞാനും പാലൊക്കെ കുടിച്ചിട്ട് അമ്മച്ചിരുന്നിട്ട് കളിച്ചിരുന്നു. നീ എത്ര മണിക്കൂറുണ്ട് കൊച്ചി ചെല്ലാൻ? ഇപ്പോൾ കൊച്ചു പിള്ളേരുള്ളവരെ വിളിക്കുകയാണ്. നമ്മൾ ആദ്യം തന്നെ പോവുകയാണ്. നമ്മൾ കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ് ഹൻഷി ലൈറ്റായിട്ട് ഉറങ്ങി.
നമ്മച്ചി after 2 years to Kochi and first time meeting grandparents എല്ലാം കൊണ്ട് ഭയങ്കര സ്പെഷ്യൽ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഫ്ലൈറ്റിലുള്ള എല്ലാ ദൈവം വളയ്ക്കുക, പോണവരെ വരുന്നവരെ എല്ലാം. ഈ അങ്കിൾ ഏതാ ഒരു മെമ്മറി? ഈ അങ്കിളിനെ കണ്ടിട്ടുണ്ട് നീ എവിടെയും? ഇല്ലേ? നീ ഞങ്ങളോടെ വരുന്നില്ല? നീ പോവാണ് അങ്കിളിന്റെ കൂടെ പോവാണ്? നീ അവിടെ വല്യപ്പച്ചനും വല്യമ്മച്ചി നോക്കി നിൽക്കുക. ഏതൊക്കെ പറയുന്നുണ്ട്. എമിറേറ്റ്സിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട്, എയർ ഹോസ്റ്റസ് ഒക്കെ വന്നിട്ട് നമ്മുടെ ഇങ്ങനെ ഫാമിലി ഫോട്ടോ എടുത്തുതരും. അത് അടിപൊളിയാണ്, നമുക്കൊരു മെമ്മറി, നമ്മുടെ അന്നത്തെ ട്രാവലിൻ്റെ മെമ്മറിയൊക്കെ ആയിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാമല്ലോ. കൂടാണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനൊരു കിറ്റ് കിട്ടും. അതിനകത്ത് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ, വൈപ്സും ലോഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതൊരു ബാഗാണ്, ചെറിയൊരു ബാഗ്, സ്റ്റോറേജ് ബാഗ്. ഇതൊരു എയ്റോപ്ലെയിൻ മോഡലാണ്. എൻ്റെ ചെറുതും വലുതുമുണ്ട്. അത് വൈബ്രേറ്ററുള്ള ഒരു മോഡലാണ്. പിന്നെ ഇത് ക്രയോൺസ്, ഡ്രോയിങ് ബുക്ക്. അതൊന്നും അത്ര ആയിട്ടില്ല, എന്നാലും അതൊക്കെ കിട്ടി. ഭക്ഷണവും നല്ല ടേസ്റ്റി ആയിരുന്നു. റൈസും മട്ടൺ ഉണ്ടായിരുന്നു, പിന്നെ ബ്രെഡും ജാമും ബട്ടറും ഉണ്ടായിരുന്നു, പിന്നെ സാലഡും ഉണ്ടായിരുന്നു, പിന്നെ ഐസ്ക്രീം പുഡിങ്ങും ഉണ്ടായിരുന്നു, കാഷ്യൂ നട്ട്സ്, പിന്നെ പിക്കിള്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ. പത്ത് 13 മണിക്കൂർ കാനഡ ടു ദുബായ് ഇരുന്ന് ഫ്ലൈറ്റ് ഇരുന്നല്ലോ. അതുകൊണ്ട് നമുക്ക് ദുബായ് ടു കൊച്ചി ഒട്ടും ദൂരമായിട്ട് ഫീൽ ചെയ്തില്ല. പെട്ടെന്ന് അങ്ങനെ എത്തിയ പോലെ തോന്നി. വെളുപ്പിന് 3 മണി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കൊച്ചിയിൽ ലാൻഡ് ചെയ്യുന്നത്. ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ചേച്ചി ടാക്സി ആയിട്ട് വന്നു. അതുകൊണ്ട് ഒട്ടും നടക്കേണ്ടി വന്നില്ല. എന്നാലും ദുബായിയുടെ അത്ര ഇല്ലായിരുന്നു നടക്കാൻ, എങ്കിലും ഭയങ്കര അടിപൊളിയായിരുന്നു. ചേച്ചി നമ്മളെ ഹെൽപ്പ് ചെയ്തു. അമ്മച്ചിക്ക് 2 കുപ്പി വാങ്ങിക്കാമല്ലോ. അമ്മച്ചിക്ക് 2 അടിക്കണം. നമ്മളങ്ങനെ കൊച്ചിയിൽ ലാൻഡ് ചെയ്ത് ഞാനും ഹാനും കൂടെ കൂടിയിട്ട് നമ്മുടെ ബാഗ് എടുക്കാൻ പോവുകയാണ്. ഹാനുഷിൻ്റെ ബാഗ് ഹാനുഷിന് കണ്ടാൽ അറിയാവോ? അവൻ്റെ ചുമലപ്പെട്ടി നമ്മുടെയാടാ, അത് നമ്മുടെയാണ്. നമുക്ക് 3 പെട്ടി കിട്ടി. ബാക്കി നോക്കാം. ശരിയാണ്. മകനെ പോലെ അറിഞ്ഞു.